ഹായ് ഇത് വളരെ ലേറ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഹെയറാബിയുടെ ബർത്ത്ഡേ ട്രിപ്പാട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഹെയറാബിയായിട്ട് കാറിൽ നമ്മൾ പോകുന്നത്. കാറ് കൊണ്ട് എയർപോർട്ടിലിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത്. അപ്പോൾ നമ്മൾ ബെൽജിയത്തിൽ നിന്നും ഗ്രീസിലേക്കാണ് പോകുന്നത്. നമ്മൾ റയാൻ എയറിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈവനിങ് ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ചെന്ന് ഫ്ലൈറ്റ് കയറി നമ്മൾ നൈറ്റ് 3.5 മണിക്കൂറത്തെ കാര്യമുള്ളൂ. നമ്മൾ ഇതേ ഗ്രീസ് എത്തി. സ്ട്രോളറൊക്കെ സെറ്റ് ചെയ്ത് അവളെയായിട്ട് നേരെ പോകുന്നത്. നമ്മൾ റെൻറ്റിന് കാർ ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് കീ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 16 കാർ എടുത്തത്. അപ്പോൾ അവിടുന്ന് വന്ന് അവർ നമുക്ക് പേപ്പറും ഡോക്യുമെൻസും കീയൊക്കെ തന്നു. അതുവഴി വന്ന് അവരുടെ കാർ ഇട്ടിരുന്ന സ്ഥലത്ത് വന്ന് നമുക്ക് തന്നിരുന്ന കാറൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ റൂമിലോട്ട് പോകുക കേട്ടോ. ഹെറാബി കുറച്ച് സിക്കായിരുന്നു ഈ ട്രിപ്പിൽ മൊത്തം. നമ്മൾ ആൻറ്റിബയോട്ടിക്കൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കൺസേൺ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അവൾ വളരെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ദേ ഇവിടെയാണ് കീ ഇരുന്നത്. നമ്മൾ എയർബിഎൻ വഴിയാണ് ഓൾവേസ് റൂം ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കീ എടുത്ത് റൂമിലോട്ട് പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു. ബാക്കി നാളെ രാവിലെ. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയേക്കുക. നല്ല സണ്ണി ഡേ ആയിരുന്നു. അപ്പം നമ്മൾ ഗ്രീസിലെ ഏതൻസിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്താ, ഏതൻസ് ഫുള്ള് നടന്ന് കാണുക. ഏതൻസിൽ നമ്മൾ സിറ്റിക്കുള്ളിൽ തന്നെയാണ് ഏറെക്കുറെ സ്റ്റേ എടുത്തിരുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് മിക്കതും തന്നെ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലായിരുന്നു. ഹെയറാബി നല്ല ഹാപ്പി മൂഡിലായിരുന്നു രാവിലെ തന്നെ. അപ്പം നമ്മൾ ഡേ പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണം. അവളുടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ടൈമിൽ നമ്മൾ തിരിച്ച് റൂമിൽ പോകണം. പ്ലാൻ ഫുൾ സെറ്റാക്കി. പക്ഷെ കാണേണ്ട സ്ഥലങ്ങളൊന്നും സെറ്റൊന്നുമല്ല. റെസ്റ്റ് എടുത്ത് നമുക്ക് പറ്റുന്ന പോലെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ പോണ വഴിക്ക് ഇവിടെ ഒരു റിച്വൽ നടക്കുന്നുണ്ട്. കുറച്ച് നേരം പോയി നിന്ന്, പക്ഷെ എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. മെയിൻ എനിക്ക് എവിടെ പോയാലും നല്ല നല്ല ഫോട്ടോസ് ഉള്ളു. അതും കൂടുതലൊരു പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ഉള്ളപ്പോൾ നമുക്ക് നല്ല ഫോട്ടോ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഭയങ്കര ഭംഗിയായിട്ട് കാണാം. നമ്മൾ നോർമൽ യൂറോപ്പിൽ കാണുന്ന ഒരു ആർക്കിടെക്ചറോ അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പോ ഒന്നും അല്ലായിരുന്നു ഗ്രീസിലുള്ള. അതുകൊണ്ട് നമ്മൾ കുറേ അധികം എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. വെതറും ഭയങ്കര അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടിയൊക്കെ നടന്ന് ചെറിയ ഹൈക്കൊക്കെ എടുത്ത് ഒരു മൗണ്ടൻ്റെ മേളിൽ പോയി അവിടുന്ന് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. പിന്നെ അതുകൂടാതെ അവിടെ എവിടെ നോക്കിയാലും ഈ ഒലിവ് മരങ്ങളായിരുന്നു. ഭയങ്കര രസമാട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കാൻ. ഞാനും അനുവദിയൊക്കെ നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഒലിവ് മരങ്ങളിൽ അങ്ങനെ ഒലിവ് കിടക്കുന്നതൊക്കെ കാണുന്നതും അതിൻ്റെ അങ്ങനത്തെ ഒരു തോട്ടമൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്തു. നമ്മൾ അവിടുത്തെ ബീറും ഫുഡൊക്കെ ട്രൈ ചെയ്ത് റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ദേ വന്ന് ഈ ഫെനിക്കുലാർ കയറി മേളിലുള്ള ഒരു അടിപൊളി വ്യൂ കാണാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മളിതേ ആ വ്യൂവിൻ്റെ സ്ഥലത്തെത്തി. സൺസെറ്റ് സമയത്താണ് കേട്ടോ ഇവിടെ അടിപൊളിയായിട്ടുള്ളത്. പക്ഷേ ക്ലൗഡ്സൊക്കെ ഉണ്ടായിരുന്നതാണ്. സണ്ണ് സെറ്റായതൊന്നും നമ്മൾ കണ്ടില്ല. എന്നാലും ആ മേളിൽ പോയിട്ട് സിറ്റി ഫുള്ള് ഇങ്ങനെ ലൈറ്റ്സ് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഹെറാബിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ കളിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നേരെ താഴോട്ട് പോയിട്ട് സിറ്റി ബാക്കി കാണാം. അപ്പം ഇങ്ങനെ നമ്മൾ വന്ന് ഇത് അവിടുത്തെ ഒരു സിറ്റി സെൻറ്റർ ആട്ടോ. അപ്പോൾ അവിടെ നിന്ന് നടന്ന് നമ്മൾ ഷോപ്സും അവിടുത്തെ ഓരോ സ്ട്രീറ്റ്സും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ വേറെ ഏതോ ഒരു അറ്റത്തെത്തിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഹ്യൂബർ ടാക്സി എടുത്തിട്ട് നമ്മുടെ സ്റ്റേയിലേക്ക് പോവുക. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി നമ്മൾ റെസ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ബാക്കി. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അടുത്ത ദിവസം കാറൊക്കെ എടുത്തിട്ട് നമ്മുടെ ഡേ തുടങ്ങുക കേട്ടോ. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കെങ്കിലും ഗെസ് ചെയ്യാൻ പറ്റുമോ? നമ്മളിന്ന് ഗ്രീസിൽ തന്നെ വേറൊരു സിറ്റിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ സ്റ്റേ ചെയ്തെടുത്തുനിന്ന് ഏറെക്കുറെ ഒരു 3-3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി രാവിലെ തന്നെ ഇറങ്ങി. വഴിയിലാട്ടോ നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്നിട്ട് പോണ വഴിക്ക് നമ്മളിതേ ഈ കനാൽ കാണാൻ വേണ്ടിയിട്ട് നിർത്തി. ഇതാണ് കൊറിന്ത് കനാൽ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ കനാലിൽ കൂടെ ബോട്ടുകളും വലിയ ഷിപ്പുകളൊക്കെ പോകും. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് കാറിൽ കയറി. എന്നിട്ട് നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ്. ഈ പോകുന്ന വഴിയൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അവരുടെ ഒരു പഴയ ഒരു ചെറിയ ചെറിയ വില്ലേജസിൽ കൂടെയൊക്കെ നമ്മൾ പാസ് ചെയ്ത് ചെറിയ ചെറിയ വഴിയായിരുന്നു. ഹൈവേയിലേക്കാളും കൂടുതൽ നമ്മൾ അങ്ങനെയുള്ള വഴി ചൂസ് ചെയ്താൽ പോയ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെ പോണ വഴിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒലിവ് തോട്ടങ്ങൾ കാണാൻ പറ്റും. നമുക്ക് വണ്ടി നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിയിട്ട് ഈ നമ്മുടെ ഒലിവ് തോട്ടം കാണാനും നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സ്ഥലം കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിർത്തി കുറേ ഫോട്ടോയൊക്കെ എടുത്തത്. ഹെറാബിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇത് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. തൊട്ടും പിടിച്ചൊക്കെ നമുക്കും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് നല്ല വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ അടുത്ത സിറ്റിയിലെത്തി. അവിടെ എത്തിയപ്പോൾ മഴയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 2 കുടയൊക്കെ മേടിച്ച് നമ്മൾ സ്റ്റേയിൽ പോയി ഒന്ന് റെഡി ആയിട്ടോ കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ മഴയൊക്കെ മഴ കാരണം നമുക്ക് നമ്മുടെ ട്രിപ്പ് നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മളൊരു കുടയൊക്കെ എടുത്ത് അങ്ങ് നടന്ന് നമ്മുടെ സ്ഥലത്തോട്ട് പോകട്ടോ. പോണ വഴിക്ക് ദേ നല്ല ഓറഞ്ച് മരമൊക്കെ കണ്ടേ, അതൊക്കെ ഒന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ ദേ നേരെ നടക്കുക. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഒളിമ്പിയ. ഇവിടുന്നാണ് നമ്മുടെ ഒളിമ്പിക്സിന്റെയൊക്കെ ദീപം കത്തിക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒളിമ്പിക്കിന്റെ ദീപം കത്തുന്ന സ്ഥലം കാണാനല്ല മെയിനായിട്ട്. നമ്മുടെ ഹെറാബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ടെമ്പിൾ ഓഫ് ഹെറ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക.
ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെയാണ് ആ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കോളജിക്കൽ സൈറ്റ്. ഇവിടെയാണ് ടെമ്പിൾ ഓഫ് ഹെറയുടെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് തപ്പിയെടുക്കണം. വേറെ കുറേ ടെമ്പിൾസ് ഉണ്ട് കേട്ടോ ഇവിടെ, സിയൂസിൻ്റെയും അങ്ങനെയൊക്കെ. നമുക്ക് എല്ലാം ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ ഓരോ സൈഡ് തൊട്ട് അങ്ങ് തപ്പി നടക്കാൻ തുടങ്ങി കേട്ടോ. ഓരോരുത്തും പോയി ബോർഡ് വായിക്കും, ഇതെന്താണ് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ വായിക്കും. അങ്ങനെ നമ്മൾ നടക്കും. ഇങ്ങനെ റൂയിൻസ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ നടന്ന ഏതായാലും നമ്മുടെ സംഭവം കണ്ടു. കുറേ തപ്പി ടെമ്പിൾ ഓഫ് ഹെറ കണ്ടുപിടിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടെമ്പിൾ ഓഫ് ഹെറയിലെത്തി. അങ്ങനെ ഹെറാബി ടെമ്പിൾ ഓഫ് ഹെറയിലെത്തി. ഹെറ ഗോഡസ് ഹെറേനെ മീറ്റ് ചെയ്തൊരു പോയിന്റ് ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങും ഒരു അൺഫോർഗറ്റബിൾ മെമ്മറിയൊക്കെ ആയി നമ്മുടെ ഉള്ളിൽ. ഹെറാബിക്ക് ഒന്നും അറിയില്ല, പക്ഷെ അവൾ വലുതാകുമ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ വീഡിയോ ഒക്കെ കാണിച്ചും കൊടുക്കാമല്ലോ. ഹെറാബിനെ അവിടെ അങ്ങനെ ഇറക്കി വിട്ടത് കാരണം അവൾ ഭയങ്കര സന്തോഷമായിരുന്നു, കളിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ കൈ വിട്ടിട്ട് അങ്ങ് നടന്നു പോകണം. പക്ഷേ മഴ പെയ്ത് കിടന്ന കാരണം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനങ്ങനെ വിട്ടില്ല. പിന്നെ അതിൻ്റെ മേളിൽ കൂടെ കയറി കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്ത് അവൾ അങ്ങ് എൻജോയ് ചെയ്ത്. പിന്നെ നമ്മൾ അവിടെ ഒരു ആപ്പിൾ പൈ ഒക്കെ ആയിട്ട് പോയത് കേട്ടോ, അവളുടെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ നിന്ന് ജസ്റ്റ് അതൊന്ന് വെച്ച് 2 ഫോട്ടോ ഒക്കെ എടുത്ത് കട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് ബാക്കിയുള്ള അവിടുത്തെ റൂയിൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി നടന്നു കേട്ടോ. നല്ല രസമാണ് അവിടെ ഇങ്ങനെ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ടേ. എത്രയോ വർഷം പഴക്കമുള്ളത് ഇതൊക്കെ. അന്ന് ഇത്രയും വലിയ കൺസ്ട്രക്ഷൻസ് ഇവർ ഉണ്ടാക്കി എന്നുള്ളത് ആ ഹിസ്റ്ററിക്ക് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വാവ് ഫാക്ടറായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. അങ്ങനെ നടന്ന് ടെമ്പിൾ ഓഫ് സിയൂസ് കണ്ടു നമ്മൾ. പിന്നെ അവരുടെ പണ്ടത്തെ കോർട്ട് റൂം കണ്ടു. അങ്ങനെ കുറേയൊക്കെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കണ്ട് നടന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ നടന്ന് മടുത്തപ്പോൾ ഞാൻ റെസ്റ്റ് എടുത്തു. ഡാഡേൻ്റെ കൂടെയും പിന്നെ ഒന്നും കൂടെയൊക്കെ നടന്നിട്ട് വന്നേ. അത് കഴിഞ്ഞ് അവിടെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഒരു പഴയ ഇതൊക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ മ്യൂസിയം കൂടി ഒന്ന് കണ്ടേക്കാൻ ഓർത്തിട്ട് നമ്മൾ ആ നേരെ മ്യൂസിയത്തിനകത്ത് പോയി. കുറേ വർഷം പഴക്കമുള്ള അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും അന്നത്തെ കുറേ സ്റ്റാച്യൂസും അവരുടെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു മോഡലൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരുപാട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാരല്ല. എന്നാലും ഇതൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു. ഞങ്ങളൊന്ന് കയറി വട്ടം കറങ്ങി സ്പീഡിൽ കണ്ടു തീർത്ത് ഞങ്ങൾ പെട്ടെന്ന് ചാടി പുറത്തിറങ്ങി, അങ്ങനെ വേണമെങ്കിലും പറയാം. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയുടെ അങ്ങോട്ട് നടന്നു പോകുക കേട്ടോ. പിന്നെ നമുക്ക് പോണ വഴിക്ക് ഫുഡ് മേടിക്കണം. അപ്പം നമ്മുടെ സ്റ്റേയോട് തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിപ്പ് കഴിഞ്ഞ് നേരെ റൂമിൽ പോവുക, റെസ്റ്റ് എടുക്കുക, ബാക്കി നാളെ. നമ്മൾ പിറ്റേ ദിവസം രാവിലെ തിരിച്ച് എയർപോർട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ഗ്രീസ് വന്നിട്ട് ബീച്ചൊക്കെ കാണാതെ എങ്ങനെ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളൊരു സീ സൈഡിലൊരു സ്പോട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയേക്കും കേട്ടോ. അവിടെ പോയി ഇരുന്ന് ഹെറാബിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഭയങ്കര സന്തോഷം. അവൾക്ക് പെബിൾസ് കിട്ടുമ്പോൾ അവൾ വിചാരിക്കുന്നത് കഴിക്കാനുള്ള എന്താ സാധനമെന്ന്. അങ്ങനെ കുറച്ചേരൊക്കെ കളിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വണ്ടിയെ കയറി നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് സിറ്റിക്കുള്ളിലൂടെ പോകുമ്പം അവരുടെ ഈ കാണുന്ന ബിൽഡിങ് കാണുമ്പോൾ നമുക്ക് എന്തോ യൂറോപ്യൻ ഒരു രാജ്യമൊന്നും തോന്നില്ലായിരുന്നു. നമ്മുടെ ഏതോ കൊച്ചിക്കോടെയൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലൊക്കെ തോന്നി കേട്ടോ ആ അപ്പാർട്ട്മെൻറ്റ് സ്റ്റൈലിലേക്ക്. പക്ഷേ ഇങ്ങനെ മെയിൻ ഹൈവേ കയറി കഴിയുമ്പം യൂറോപ്യൻ ഫീലൊക്കെ തന്നെ തിരിച്ചു വന്നു. പക്ഷേ എന്നാലും സ്റ്റിൽ നോക്കാം മൗണ്ടെയിൻസ് സംഭവിക്കുക നമ്മൾ നോർമൽ യൂറോപ്യൻ സിറ്റി കാണുന്ന പോലെയല്ല, ഇത് വെറൈറ്റി ആയിരുന്നു. അങ്ങനെ ഹെറാബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ട്രിപ്പ് നല്ല അടിപൊളിയായി കേട്ടോ. അവൾക്ക് വേണ്ടി വലിയ ബർത്ത്ഡേ പാർട്ടി ത്രോ ചെയ്യാതെ നമ്മൾ നല്ലൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്തെന്നാണ് നമ്മുടെ വിശ്വാസം. വലുതാകുമ്പോൾ നമ്മൾ പാർട്ടീസിലോട്ടേക്ക് എത്തുമല്ലോ. അപ്പോൾ അതുവരെ നമ്മുടെ ആഗ്രഹത്തിന് നമുക്ക് മെമ്മറീസ് ഉണ്ടാക്കാം. ബൈ ബൈ.